2022 പുറത്തിറങ്ങിയ ചലച്ചിത്രം ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ഒടുവിൽ കസൂട്ടോ മാറ്റ്സൂരിയോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറയുന്നതായിരുന്നു. പക്ഷേ തന്റെ ജീവിതത്തെപ്പറ്റി തന്റെ ഭാവിയെപ്പറ്റി ആശങ്കയുണ്ടായിരുന്ന മാറ്റ്സൂരി കസൂട്ടോയെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്താൽ അത് വേണ്ടെന്ന് വെക്കണമെന്ന് തീരുമാനിച്ചു. എന്നിരുന്നാലും കസൂട്ടോ തന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുമോ എന്നവൾക്ക് സംശയമുണ്ടായിരുന്നു. മനസ്സിന്റെ വേദന പെട്ടെന്ന് അവളുടെ രോഗാവസ്ഥയെ ഉണർത്തി. അവൾ കുഴഞ്ഞ് ബോധരഹിതയായി താഴെ വീണു. ഉടനടി കസൂട്ടോ അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ വെച്ചിട്ടാണ് മാറ്റ്സൂരി എത്ര വലിയ രോഗത്തിനടിമയാണ് എന്ന് കസൂട്ടോ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും അതൊരു മരണാസന്നമായ രോഗമാണ് എന്ന് കസൂട്ടോ മനസ്സിലാക്കിയിരുന്നില്ല. ചികിത്സിച്ചാൽ ഭേദമാകും എന്നായിരുന്നു കസൂട്ടോ ചിന്തിച്ചത്. മാറ്റ്സൂരി ഉണർന്നപ്പോൾ കസൂട്ടോ അവളുടെ അടുത്തു ചെന്നു. അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാറ്റ്സൂരി ആകട്ടെ കസൂട്ടോയിൽ നിന്ന് അകന്നു നിൽക്കാനായിരുന്നു ശ്രമിച്ചത്. താൻ കസൂട്ടോയെ പ്രണയിച്ചാൽ തന്നെ പ്രണയിക്കാൻ അനുവദിച്ചാൽ കസൂട്ടോ ഒരുപക്ഷെ തനിക്ക് വേണ്ടി അവന്റെ ജീവിതം വരെ മാറ്റിമറിച്ചു കളയും. താൻ പോയ ശേഷം അതവനെ ഒരുപാട് ദുഃഖിതനാക്കും. അതുവേണ്ട, കസൂട്ടോ ദുഃഖിക്കരുത്. മാറ്റ്സൂരി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മരണം ഒരിക്കലും അവനൊരു ഭാരമാവരുത് എന്നവൾ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. കനത്ത മനോഭാരത്താൽ അതുകൊണ്ട് തന്നെ അവൾ കസൂട്ടോയോട് പോകുവാനും ഒരിക്കലും തന്നെ കാണാൻ വരരുത് എന്നും പറഞ്ഞു. കസൂട്ടോക്ക് അങ്ങനെ പോകണം എന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൾ പറഞ്ഞതുകൊണ്ട് മറ്റു വഴികളില്ലാതെ അവൻ അവിടെ നിന്ന് പോയി. തനിച്ചായ മാറ്റ്സൂരി വേദന കൊണ്ട് പൊട്ടിക്കരഞ്ഞു. താൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ച വ്യക്തിയെ തന്നിൽ നിന്ന് തന്നെ അവൾക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. ജീവിതം തന്നോട് നീതികേട് കാണിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവളുടെ ദുഃഖം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ മാറ്റ്സൂരിയുടെ കുടുംബം അവളോട് മറ്റൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായി പോകുവാൻ ആവശ്യപ്പെട്ടു. കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുവാൻ. പക്ഷേ അവളതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. രോഗമുക്തി ലഭിക്കില്ലാത്ത രോഗാവസ്ഥയാണ് തന്റേതെന്ന് അവൾക്കറിയാമായിരുന്നു. പാഴ്പ്രതീക്ഷകൾ ഉള്ളിലേക്കെടുത്ത് വീണ്ടും ദുഃഖിതയാകുവാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അങ്ങനെയിരിക്കെ മാറ്റ്സൂരിക്ക് ഒരു ഡേറ്റിന് പോകാൻ അവസരം വന്നു. ഹാർട്ട് ഡിസീസ് സർവൈവ് ചെയ്ത ഒരു വ്യക്തിയും ഒന്നിച്ചായിരുന്നു അത്. അവൾ അതിന് മനസ്സില്ലാ മനസ്സോടെ പോയെങ്കിലും അവൾക്കൊട്ടും അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തത് അസ്വസ്ഥത തോന്നി. പുറമേ ചിരിക്കുവാനും ഫ്രണ്ട്സിന് മുമ്പിൽ സന്തോഷം നടിക്കുവാനും അവൾ ശ്രമിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. കസൂട്ടോയും ഏറെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. മാറ്റ്സൂരിയോടുള്ള പ്രണയം അവനെ എല്ലാത്തിൽ നിന്നും സ്റ്റക്കാക്കി നിർത്തി. ഒടുവിൽ തീരെ വയ്യാതാകും എന്ന ഘട്ടത്തിൽ അവൻ തന്റെ ബോസിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അവളെ തിരഞ്ഞുപോയി. ഇതേ സമയം മാറ്റ്സൂരി ആകട്ടെ ഭക്ഷണത്തിൽ തന്റെ ആശ്വാസം കണ്ടെത്താൻ ആരംഭിച്ചിരുന്നു. തന്റെ ഇമോഷൻസിനെ പിടിച്ചുകെട്ടാൻ അവൾ ആവശ്യത്തിലധികം കഴിച്ചു, ആവശ്യത്തിലധികം കുടിച്ചു. അതവളെ വീണ്ടും അസുഖബാധിതയാക്കി. ഒരു ദിവസം മാറ്റ്സൂരി വീട്ടിലേക്ക് പോകുമ്പോൾ കസൂട്ടോയും മാറ്റ്സൂരിയും കണ്ടുമുട്ടി. അന്നൊരിക്കൽ കൂടി തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് തുറന്നു പറയാൻ കസൂട്ടോ തീരുമാനിച്ചു. അവനത് പ്രവർത്തിക്കുകയും ചെയ്തു. തന്റെ ജീവിതം മാറ്റ്സൂരി എത്തരത്തിൽ മാറ്റിമറിച്ചുവെന്നും ജീവിതത്തിന് പ്രതീക്ഷയും ഒരു ലക്ഷ്യബോധവും ഒക്കെ തന്നുവെന്നും അവൻ അവളോട് പറഞ്ഞു. സക്സസിനു വേണ്ടി പരിശ്രമിക്കാനും ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും അവളാണ് തന്നെ പഠിപ്പിച്ചത് എന്നും അവൻ വ്യക്തമാക്കി. അതുകൊണ്ടൊക്കെ തന്നെ അവളെ വിട്ടു പോകുവാൻ തനിക്ക് സാധിക്കില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. തന്റെ പ്രണയം സ്വീകരിക്കാൻ അവൻ അവളോട് അപേക്ഷിച്ചു. വീണ്ടും കസൂട്ടോയെ റിജക്ട് ചെയ്യുവാൻ മാറ്റ്സൂരിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിറക്കണ്ണുകളോടെ പുഞ്ചിരിയോടെ അവൾ അവന്റെ പ്രണയം സ്വീകരിച്ചു. അവരിരുവരും ആലിംഗനം ചെയ്തു. പിന്നീട് അവരുടെ പ്രണയം വളരുകയായിരുന്നു. പരസ്പരം മനസ്സിലാക്കി സന്തോഷം പങ്കിട്ട് മെച്യൂറായി വളർന്ന് മനോഹര നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്ത് മുമ്പോട്ടത് പോയിക്കൊണ്ടേയിരുന്നു. കസൂട്ടോയുടെ ഒപ്പമുള്ള ജീവിതം മാറ്റ്സൂരിക്ക് പ്രതീക്ഷകൾ നൽകി. ജീവിത കാലയളവ് മുന്നോട്ട് നീട്ടുവാൻ അവൾ ട്രീറ്റ്മെന്റുകൾ എടുത്തു. തങ്ങളുടെ ആ ജേണിയെപ്പറ്റി തന്നെ മാറ്റ്സൂരി ഒരു നോവൽ എഴുതാൻ തുടങ്ങി. പ്രണയത്താൽ നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ 2 കൊല്ലക്കാലം കടന്നുപോയി. എന്നിരുന്നാലും മാറ്റ്സൂരിയുടെ ആരോഗ്യാവസ്ഥ ആശങ്കയുണർത്തുന്ന കാര്യം തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. കസൂട്ടോയുടെ ഫ്യൂച്ചർ ഓർത്ത് അവൾ വീണ്ടും വറീഡാവാൻ ആരംഭിച്ചു. ആരോഗ്യം ക്ഷയിക്കും തോറും അവളുടെ ചിരികൾ കൂടുതൽ ഫോഴ്സ്ഡായി മാറി. തന്റെ ജീവിതത്തിന്റെ അസ്തമയം അടുത്തു വരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. മാറ്റ്സൂരിയുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് കസൂട്ടോ അറിഞ്ഞിരുന്നേയില്ല. എല്ലാം ഓക്കെ ആയിരിക്കും എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. ആശുപത്രി വാസവും അസുഖത്തിന്റെ പുതിയ അവസ്ഥയുമെല്ലാം കസൂട്ടോയിൽ നിന്ന് അവൾ മറച്ചുവെക്കുകയും ചെയ്തു. വൈകാതെ മാറ്റ്സൂരി തന്റെ നോവൽ പൂർത്തിയാക്കി പബ്ലിക്കേഷനായി തന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചു. ജീവിതം കൊണ്ട് കൂടുതലായി എന്തെങ്കിലും ചെയ്യണം എന്നവൾ തീരുമാനിച്ചു. രോഗചികിത്സയ്ക്കുള്ള എക്സ്പെരിമെന്റിൽ
ഭാഗമാകാൻ അവൾ തീരുമാനിച്ചു. തന്റെ രോഗം ഭേദമായില്ലെങ്കിലും ഭാവിയിൽ രോഗം വരുന്നവർക്ക് അതിനൊരു മരുന്ന് കണ്ടെത്താൻ സാധിച്ചെങ്കിലോ, അതിന് തന്റെ ജീവിതം പ്രയോജനപ്പെട്ടെങ്കിലോ എന്നൊക്കെ അവൾ കരുതി. മാറിവരുന്ന ഇമോഷൻസിന്റെയും ജീവിതാനുഭവങ്ങളുടെയും ഇടയിൽ കസൂട്ടോയും മാറ്റ്സൂരിയും ഒരു ദിവസം ഒരു പിക്നിക്കിന് പോയി. സ്കേറ്റിങ്ങിന് വേണ്ടിയായിരുന്നു അത്. ഏറെ സന്തോഷത്തോടെ അവിടെ അവർ ഒരുപാട് സമയം ചെലവഴിച്ചു. സന്തോഷം നിറഞ്ഞ ആ നിമിഷത്തിനിടയിൽ കസൂട്ടോ താൻ മാറ്റ്സൂരിക്കായി വാങ്ങിയ എൻഗേജ്മെന്റ് റിംഗ് പുറത്തെടുത്തു. മഞ്ഞുകാറ്റിനെ സാക്ഷി നിർത്തി ആ മഞ്ഞുമലയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കസൂട്ടോ മാറ്റ്സൂരിയെ പ്രപ്പോസ് ചെയ്തു. തന്റെ പ്രണയം പൂർണ്ണമായും അവളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. മാറ്റ്സൂരി തന്റെ ജീവിതത്തിലുള്ള കാലത്തോളം എന്തിനേയും അതിജീവിക്കാൻ തനിക്ക് കഴിയും എന്നവൻ കൂട്ടിച്ചേർത്തു. മാറ്റ്സൂരിയുടെ ഉള്ളിൽ സന്തോഷവും ആശങ്കയും തമ്മിൽ ഫൈറ്റ് നടന്നു. എന്നിരുന്നാലും താൻ ഏറെ പ്രണയിക്കുന്ന വ്യക്തി തന്നെ പ്രപ്പോസ് ചെയ്തത് അവളെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. അവൾ അവനെ ടീസ് ചെയ്ത് താഴെ തള്ളിയിട്ടു. ശേഷം സന്തോഷത്തോടെ ഇരുവരും പൊട്ടിച്ചിരിച്ചു. അവരന്ന് അവരുടെ ക്യാബിനിൽ ഒന്നിച്ചായിരുന്നു കഴിഞ്ഞത്. കസൂട്ടോ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മാറ്റ്സൂരി ബാത്റൂമിലേക്ക് പോയി. തന്റെ അവസ്ഥയോർത്ത് വേദനയോടെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. കസൂട്ടോയെ അവൾ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. കസൂട്ടോക്കൊപ്പം ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നും അവൾ അത്രമേൽ ആഗ്രഹിച്ചു. പ്രപ്പോസലും വിവാഹവും വളരുന്ന ഫാമിലിയും സന്തോഷ നിമിഷങ്ങളും അവൾ സ്വപ്നം കണ്ടു. അവളുടെ ആ ആഗ്രഹങ്ങൾ അവളെ അത്യധികം വേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നു. അടുത്ത ദിവസം പകലിൽ കസൂട്ടോയുടെ ഒരു വാക്കുപോലും പറയാതെ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് മാറ്റ്സൂരി മടങ്ങാനൊരുങ്ങി. വാതിലടയുന്ന ശബ്ദം കേട്ട് കസൂട്ടോ ഉണർന്നിരുന്നു. അവൻ പുറത്തേക്കിറങ്ങി ചെന്ന് നോക്കി. മാറ്റ്സൂരി നടന്നു നീങ്ങുന്നു. എന്താണ് മാറ്റ്സൂരി പോകുന്നത്? എന്തെങ്കിലും സങ്കടമുണ്ടോ എന്നവൻ അവളോട് ചോദിച്ചു. നിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത്, കുഴപ്പം എന്റേതാ എന്നായിരുന്നു അവളുടെ മറുപടി. എപ്പോ വേണമെങ്കിലും മാറ്റ്സൂരി മരണപ്പെടാം എന്ന് കസൂട്ടോക്കറിയില്ലായിരുന്നു. അവൾ ആ സത്യങ്ങൾ, തന്റെ രോഗാവസ്ഥ അവനോട് വെളിപ്പെടുത്തി. മരുന്ന് കഴിച്ചാൽ മാറ്റ്സൂരി സുഖപ്പെടും, അവളുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചിന്തിച്ചിരുന്ന കസൂട്ടോക്ക് അത് പെട്ടെന്ന് ഷോക്കിംഗ് ആയിരുന്നു. തന്റെ ചുറ്റിലും ലോകം തകർന്നു വീഴുന്ന പോലെ അവന് തോന്നി. എന്തുകൊണ്ടാണ് ഇത്ര നാളും മാറ്റ്സൂരി തന്നിൽ നിന്നും അത് മറച്ചു വെച്ചത് എന്ന് നിറകണ്ണുകളോടെ അവൻ ചോദിച്ചു. അത് അവളെയും പെട്ടെന്ന് വല്ലാതാക്കിയൊരു ചോദ്യമായിരുന്നു. മാറ്റ്സൂരി അവനോട് ക്ഷമ ചോദിച്ചു. അവനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിക്കാൻ പോലും താൻ ഉദ്ദേശിച്ചിരുന്നു. കാരണം അടുത്ത 10 കൊല്ലം കൂടി സഹിച്ച് ജീവിക്കണമല്ലോ എന്ന് ചിന്തിക്കാൻ പോലും തനിക്കാവുമായിരുന്നില്ലെന്നും. പക്ഷേ കസൂട്ടോ വന്നതോടെ ജീവിതത്തിൽ അതൊക്കെ മാറി മറിഞ്ഞെന്നും കസൂട്ടോയുടെ ഒപ്പം ജീവിക്കാൻ താൻ അത്രമേൽ ആഗ്രഹിച്ചുവെന്നും അതുകൊണ്ട് പറയാൻ കഴിയാതെ പോയെന്നും അവൾ അവനോട് വ്യക്തമാക്കി. പക്ഷേ ഇനി അധിക കാലമില്ല, നമ്മുടെ ഫ്യൂച്ചർ അവസാനിക്കുന്നു. ഇനിയും ഞാൻ നിന്റെ കൂടെ നിന്നാൽ നീ എന്നെയോർത്ത് ഒരുപാട് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിന്നെ ഞാൻ പോവാൻ വിടുകയാണ്. നമുക്ക് യാത്ര പറഞ്ഞു പിരിയാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരുപക്ഷെ അവൻ തന്റെ കൂടെയുണ്ടെങ്കിൽ തനിക്ക് സമാധാനത്തോടെ ഈ ലോകം വിട്ടുപോവാൻ സാധിക്കില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു. താനൊരു ഭാരമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാതെ കസൂട്ടോ മൂവ് ഓൺ ചെയ്യണമെന്നും നല്ല രീതിയിൽ ജീവിക്കണം എന്നതുമായിരുന്നു മാറ്റ്സൂരി തന്റെ അവസാന ആഗ്രഹമായി അവനോട് പറഞ്ഞത്. ഒരിക്കലും തന്നെ വിട്ടുകൊടുക്കാതിരുന്നതിന് മാറ്റ്സൂരി കസൂട്ടോയോട് നന്ദി പറഞ്ഞു. കസൂട്ടോ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കസൂട്ടോയോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞുപോലും നോക്കാതെ മാറ്റ്സൂരി വേദനയോടെ നടന്നു നീങ്ങി. കസൂട്ടോ കരഞ്ഞു തളർന്ന് താഴെ ഇരുന്നു പോയി. അവൾ തിരികെ വീട്ടിലേക്ക് എത്തി. പഴയതുപോലെ അവൾ അഭിനയിച്ചില്ല, ആരുടെയും മുമ്പിൽ സന്തോഷവതിയായി നടിച്ചില്ല. അമ്മയ്ക്കടുത്തെത്തി അമ്മയെ ചേർത്ത് പിടിച്ച് അവൾ വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞു. തനിക്ക് കുറെ കാലം കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നവൾ ആ കണ്ണീരോടെ പറഞ്ഞു. അമ്മയാവണമെന്നും ജീവിതത്തിന്റെ ഓരോ നിമിഷവും സന്തോഷത്തോടെ എൻജോയ് ചെയ്യണമെന്നും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെയും കയ്യെത്തി പിടിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു. തന്റെ മരണം അടുത്തെത്തി എന്നറിഞ്ഞതിൽ പിന്നെ മാറ്റ്സൂരി എല്ലാവരോടും അകന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ദിവസം എത്തുമ്പോൾ തനിക്കൊരു ദുഃഖവും തോന്നില്ലായിരിക്കും എന്നായിരുന്നു അവൾ കരുതിയത്. വീണ്ടും 1 വർഷക്കാലം കടന്നുപോയി. മാറ്റ്സൂരി കസൂട്ടോയിൽ നിന്നും ഏവരിൽ നിന്നും അകലം പാലിച്ചു. അവൾ ആശുപത്രിയിലായി. ആരോഗ്യം അല്പം മെച്ചപ്പെട്ടെങ്കിലും അവൾ വീക്കായിരുന്നു. ആശുപത്രി വാസക്കാലം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന തന്റെ പുസ്തകത്തിന്റെ എഡിറ്റിംഗിന് അവൾ നീക്കിവെച്ചു. കസൂട്ടോ ആകട്ടെ മാറ്റ്സൂരിയുടെ ആഗ്രഹം പോലെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അവനൊരു ബാർ തുറന്നു. പക്ഷേ ആ ബാറിന് അവൻ പേരിട്ടത് മാറ്റ്സൂരി എന്നായിരുന്നു. ഒരു ദിവസം ബോസുമായി സംസാരിക്കുമ്പോൾ മാറ്റ്സൂരിയെ ചെന്ന് കാണാൻ ബോസ് അവനെ നിർബന്ധിച്ചു. അവൻ വല്ലാതെ നെർവസ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അടുത്ത ദിവസം മാറ്റ്സൂരിയെ കാണുവാൻ സഹോദരി എത്തി. മാറ്റ്സൂരി തന്റെ എഡിറ്റിംഗ് പൂർണ്ണമാക്കിയ ആ ദിവസം താൻ ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്ത സഹോദരി മാറ്റ്സൂരിയോട് പങ്കുവച്ചു. മരണത്തിനു മുമ്പ് തന്റെ അനന്തരവളെയോ അനന്തരവനെയോ കാണാൻ പറ്റും എന്ന പ്രതീക്ഷ മാറ്റ്സൂരി പങ്കുവച്ചു.
വെച്ചു. വൈകാതെ കസോട്ടോയുടെ ബാറിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നു. നാവോ അങ്ങോട്ടേക്ക് ഒരു ദിവസം കടന്നു വന്നു. മാറ്റ്സൂരിയുടെ പുസ്തകത്തിന്റെ ഒരു കോപ്പി അവൾ അവന് കൈമാറി. മാറ്റ്സൂരി അത്തരത്തിലൊന്ന് എഴുതുന്നത് കസോട്ടോക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ സർപ്രൈസ്ഡ് ആയി. ഹോസ്പിറ്റലിലായിരുന്ന മാറ്റ്സൂരി അന്ന് തങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ച സന്തോഷ നിമിഷങ്ങളുടെ വീഡിയോസ് ഫോണിൽ നോക്കി കണ്ടുകൊണ്ടിരുന്നു. അവരുടെ ഫസ്റ്റ് ഔട്ടിങ്ങിന്റെ സ്പെഷ്യൽ വീഡിയോയും അതിലുണ്ടായിരുന്നു. തന്നിൽ തന്നെ വിശ്വാസമില്ലാതിരുന്ന ആങ്ഷ്യസ് ആയിരുന്ന കസൂട്ടോ ആ വീഡിയോ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര ദൂരം തങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നത് അവളുടെ കണ്ണുനീർ സൂചിപ്പിച്ചിരുന്നു. ആ പയ്യനിൽ നിന്നും നല്ലൊരു മനുഷ്യനിലേക്കുള്ള കസൂട്ടോയുടെ വളർച്ച അവളെ സന്തോഷിപ്പിച്ചു. കസൂട്ടോ മൂവ് ഓൺ ചെയ്യുമെന്നും വീണ്ടും പ്രണയത്തിലാവുമെന്നും സക്സസ്ഫുൾ ആവുമെന്നും ഒരു കുട്ടിയുടെ അച്ഛനാവും എന്നുമൊക്കെ അവൾ പ്രതീക്ഷിച്ചു. തന്നെപ്പറ്റി കസൂട്ടോ നല്ല രീതിയിൽ ഓർക്കണമെന്നും ഒരിക്കലും ദുഃഖത്തോടെ ആവരുത് ഓർക്കേണ്ടത് എന്നും മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. രോഗാവസ്ഥ മൂർച്ഛിക്കുന്നതിനൊപ്പം മാറ്റ്സൂരി തന്റെ ഭാവികാല ജീവിതം എങ്ങനായിരിക്കുമെന്ന സ്വപ്നം കണ്ടു. കസൂട്ടോക്കൊപ്പം സന്തോഷത്തോടെ സമയം ചിലവിടുന്നതിന്റെയും വിവാഹിതരാവുന്നതിന്റെയും കുട്ടി ജനിച്ച് സന്തോഷത്തോടെ അവളെ വളർത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ. പക്ഷേ വിധി മറ്റു പലതുമാണല്ലോ തീരുമാനിച്ചത്. ജോലിയൊക്കെ തീർന്നതിനു ശേഷം കസൂട്ടോ നാവോ കൊടുത്ത ബുക്കെടുത്തു. അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. അതിനകത്ത് മാറ്റ്സൂരിയുടെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ജീവിതമായിരുന്നു. അന്ന് ആദ്യമായി മാറ്റ്സൂരിയുടെ മനസ്സും അവളുടെ ചിന്തകളും ആ പുസ്തകത്തിലൂടെ പൂർണ്ണമായും അവൻ മനസ്സിലാക്കി. അത് വായിച്ചു കഴിഞ്ഞതും മാറ്റ്സൂരിയെ ചെന്ന് കാണണമെന്ന് അവന് തോന്നി. ഒരിക്കൽ കൂടി ഒരുപക്ഷെ അവളോടൊരു അവസരം ചോദിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും മാറ്റ്സൂരി ഇല്ലാതെ ഇനി അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നതവൻ ഉറപ്പായിരുന്നു. എന്തു തന്നെ വേദനയിലൂടെ കടന്നു പോകേണ്ട വന്നാലും അവളുടെ കൂടെ തന്നെ താൻ ഉണ്ടാകണം എന്നവന് തോന്നിക്കൊണ്ടേയിരുന്നു. കസൂട്ടോ മാറ്റ്സൂരിയുടെ അടുത്തെത്തി. മാറ്റ്സൂരിയുടെ കണ്ടീഷൻ കൂടുതൽ ക്രിട്ടിക്കലായി കഴിഞ്ഞിരുന്നു. അവൻ അവളുടെ സമീപത്ത് കസേരമേലിരുന്നു. അവളോട് സംസാരിച്ചു. ബാറ് തുടങ്ങിയതിനെ പറ്റിയും അവളുടെ പേരതിനിട്ടതിനെ പറ്റിയും തന്റെ ജീവിതത്തിൽ അവൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നതിനെ പറ്റിയും അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. കസൂട്ടോയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മാറ്റ്സൂരി ഒക്കെ കേട്ട് പതിയെ കണ്ണു തുറന്നു. അർത്ഥപൂർണമായി അവളൊരു ചിരി ചിരിച്ചു. കസൂട്ടോ തനിക്ക് ചെയ്തതിനു വേണ്ടിയുള്ള നന്ദി അത്രയും ആ ചിരിയിലുണ്ടായിരുന്നു. വൈകാതെ മാറ്റ്സൂരി തന്റെ പുസ്തകത്തിലൂടെ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങി. അവളുടെ ഭൗതിക ശരീരം ഈ ലോകം വിട്ടകന്നുപോയി. ജപ്പാൻ മുഴുവനും അവളുടെ പുസ്തകം പോപ്പുലറായി മാറി. മാറ്റ്സൂരിയുടെ വിടവാങ്ങൽ കസൂട്ടോയെ വല്ലാതെ അഫക്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും മാറ്റ്സൂരിയുടെ ആഗ്രഹം പോലെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കുവാൻ അവൻ ആരംഭിച്ചു. മാറ്റ്സൂരിയുടെ തന്നെ ക്യാമറയിൽ അവൻ ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും പകർത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ബുക്ക് വാങ്ങി കസൂട്ടോ നടന്നു വരാൻ തുടങ്ങി. അവർ ആദ്യമായി നടന്നു നീങ്ങിയ ചെറി ബ്ലോസംസ് പൂത്തു നിൽക്കുന്ന പാർക്കിലൂടെയായിരുന്നു കസൂട്ടോ നടന്നു വന്നുകൊണ്ടിരുന്നത്. ചെറിമരങ്ങൾ പൂത്തു നിന്നിരുന്നു. പൂവുകൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് ക്യാമറയിൽ പകർത്തണം എന്ന് അവന് തോന്നി. കസൂട്ടോ ആ നിമിഷം ക്യാമറയിലേക്ക് ഉൾക്കൊള്ളിച്ചു. ആ പകലിൽ മാറ്റ്സൂയി എപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സ്വപ്നം, ഒരു ഹാലുസിനേഷൻ അവൻ കൺമുമ്പിൽ കണ്ടു. ചെറി ബ്ലോസംസ് പെയ്തുകൊണ്ടിരിക്കുന്ന ആ വീതിയിലൂടെ കൈകൾ കോർത്തുപിടിച്ച സന്തോഷത്തോടെ കസൂട്ടോയും മാറ്റ്സൂരിയും നടന്നു നീങ്ങുന്നു. മാറ്റ്സൂരി ആ നിമിഷം തന്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നു. ഒരു നിമിഷത്തെ ആ കാഴ്ചയ്ക്ക് ശേഷം കസൂട്ടോ സ്വബോധത്തിലേക്ക് വന്നു. വേദനയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.